മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ശ്രീകുട്ടി എന്ന നടിയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. പണ്ട് കാലങ്ങളിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ എല്ലാവർക്കും ഓർമ്മ കാണും. ആ സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്ത നടി ശ്രീകുട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതീവ സജീവമായി നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. എല്ലാ വാർത്തകളും പ്രേക്ഷകരുടെ അടുത്ത് പങ്കുവയ്ക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാ വാർത്തയും ഏറ്റെടുക്കാറുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന എനിക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് താരം പറയുന്നത്. ചിലരുടെയൊക്കെ വിശ്വാസം പോലെ തന്നെ കയ്യിൽ ആമമോതിരം ധരിച്ചതിന് ശേഷമാണ് എനിക്കിത് സംഭവിച്ചത്. ആമമോതിരം ധരിക്കരുത് എന്ന് എന്നോട് കുറേയധികം പേർ പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോ പങ്കുവച്ചപ്പോൾ പോലും അതിൻ്റെ താഴെ നിരവധി പേർ അവരുടെ അഭിപ്രായവും അവരുടെ എക്സ്പീരിയൻസും പറഞ്ഞിരുന്നു. എന്നാൽ ഇനി ആമമോതിരം ധരിച്ചതുകൊണ്ടാണോ എനിക്കിങ്ങനെ എന്നറിയില്ല. പക്ഷേ ഓരോ മാസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലാണ് ഞങ്ങൾ. എന്താണ് സംഭവമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ താരം പറയുന്ന വാക്കുകൾ കേട്ട് പലർക്കും ഭയമാകുന്നു എന്ന് വരെ അവർ മറുപടിയായി കുറിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ഇതിന് വാർത്തയുമായി തന്നെ പറയുന്നത്. പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവരും വളരെയധികം ശ്രീകുട്ടിയുടെ ഒരു സംസാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പണ്ട് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയില്ലായിരുന്നു ഇത്ര നന്നായി ശ്രീകുട്ടി സംസാരിക്കുമെന്ന്. ഇപ്പോഴാണ് ശ്രീകുട്ടിയുടെ സംസാരമല്ല നേരെ കേൾക്കുന്നത്. ദിവസം 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടും ശ്രീകുട്ടിക്ക് യൂറിൻ ഇൻഫെക്ഷൻ പോലെ വന്നു എന്ന് കേൾക്കുന്നത് വളരെയധികം തന്നെ വേദനയാണ്. സഹിക്കാൻ പറ്റാത്ത ഒരു നടുവേദന, ഇരിക്കാനോ നിൽക്കാനോ പറ്റിയില്ല. അങ്ങനെയാണ് ശ്രീകുട്ടി ആശുപത്രിയിലേക്ക് പോയത്. നടുവേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ളവർ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നടുവേദനയ്ക്ക് എന്തിനാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് താൻ ആദ്യം ചിന്തിച്ചതെന്ന് നടി വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നടി ചില കാര്യങ്ങളും പറയുന്നു. ദിവസം 3 ലിറ്റർ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞാൽ അളന്ന് കുറിച്ചാണ് ഞാൻ കുടിക്കാറുള്ളത്. എനിക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുടിക്കാറുള്ളത്. എന്നിട്ടും എനിക്കിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളം കുടിക്കാത്ത മനുഷ്യർക്ക് എന്തായിരിക്കും അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങളുടെ ഒരു വേദനയും സാധാരണ വേദനയായി കാണരുത്. ഞാൻ നടുവേദന എന്ന് കരുതിയപ്പോൾ മറ്റ് വേദനയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്നാണ് കരുതിയത്. ഒരിക്കലും ഞാൻ ഇതേപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറ്റിയിരിക്കുകയാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ഉള്ളിൽ ആ വെള്ളം നിൽക്കണമെന്നില്ല. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിയേണ്ടത്. പ്രേക്ഷകരെല്ലാവരും ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.